ബേസിലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ജയ 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 ഹേ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായ വിപിൻ ദാസ് ആണ് ഗുരുവായൂർ അമ്പലനടയിൽ സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജിനൊപ്പമുള്ള ആദ്യ ചിത്രത്തെക്കുറിച്ചും സംവിധായകൻ വിനീത് ശ്രീനിവാസനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ബേസിൽ. താൻ വലിയ സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് വിനീത് വിളിച്ച് തന്നോട് പറഞ്ഞ ചില നല്ല വാക്കുകളെക്കുറിച്ചാണ് ബേസിൽ സംസാരിക്കുന്നത്. ഒരു ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ ആകെ ഭ്രാന്തായി നിൽക്കുകയാണ്. ആ സമയത്ത് വിനീതേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചു. എടാ നീ ഓക്കെ ആണോ എന്നായിരുന്നു പുള്ളി ആദ്യം ചോദിച്ചത്. സാധാരണ വരുന്ന കോളുകളിൽ ഡേറ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ചോദിക്കുക. അപ്പോൾ ആദ്യമായിട്ടൊരാൾ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. ഈ കാര്യം ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചത് എന്നായിരുന്നു ബേസിൽ പറഞ്ഞു. പൃഥ്വിരാജിനോട് എങ്ങനെ പോയി സംസാരിക്കുമെന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെന്നും ആദ്യ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തു പോകാതെ മാറി നിൽക്കാറായിരുന്നു പതിവെന്നും ബേസിൽ പറഞ്ഞു. വിമാനം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി രാജുവേട്ടനെ കണ്ടത്. അന്ന് ഒരു സെൽഫി എടുത്തു എന്നല്ലാതെ അദ്ദേഹവുമായി എനിക്ക് വേറെ പരിചയമൊന്നുമില്ല. ആദ്യമൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ഫാനാണ്. സിനിമയിലും ഇൻ്റർവ്യൂവിലും കാണുന്ന രാജുവേട്ടൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. പിന്നെ നമ്മൾ ഒരേ വൈബാണെന്ന് മനസ്സിലായി. തമാശയൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു. ടിപ്പ് ചോദിക്കൽ തന്നെയായിരുന്നു പരിപാടി എന്ന് പറഞ്ഞ് ബേസിൽ ചിരിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നറിയണമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. സിനിമ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ആളാണ് അദ്ദേഹം. മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. സിനിമയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു. പഴയ സിനിമകളിലെ തമാശകളും കഥകളും കേട്ടു. ഫിലിമിലും ഡിജിറ്റലിലും വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ് അദ്ദേഹം. ഒരുപാട് സംവിധായകർക്കൊപ്പവും നടന്മാർക്കൊപ്പവും അഭിനയിച്ചു കഴിഞ്ഞു. ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ കഴിയുമല്ലോ. അത്തരത്തിൽ ഓരോ ഭാഷയിലെ കാര്യങ്ങളും ഞാൻ ചോദിക്കുമായിരുന്നു. പ്രശാന്ത് നീൽ എങ്ങനെയാണ്, മറ്റേ പുള്ളി എങ്ങനെയാണ് എന്നൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ, ബേസിൽ പറഞ്ഞു.